ഒത്തൊരുമയ്ക്ക് നമ്മൾ ഒന്നാവണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. അപ്പോൾ ജാഥയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ജാഥ ക്യാപ്റ്റനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. എങ്ങനെ പോകുന്നു നമ്മുടെ ഈ ഒരു യാത്ര? അതിന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഏപ്രിൽ 19 ഈ പദയാത്ര ആരംഭിച്ചത് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നിന്നാണ് തുടങ്ങിയത്. എല്ലാ ജില്ലയിലൂടെയും പര്യടനം നടത്തി 30-ാം തീയതിയാണിത് കാസർഗോഡ് സമാപിക്കുക. മെയ് 30-ാം തീയതി. 31-ന് സമാപന സമ്മേളനം കോഴിക്കോടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സാഹോദര്യ കേരളം എന്നതാണ് ഇതിൻ്റെ മെയിനായ ഒരാശയം. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നാകണം എന്ന ക്യാപ്ഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പദയാത്ര മുന്നോട്ട് പോകുന്നത്. ഇത് മലപ്പുറത്തെത്തുമ്പോൾ എല്ലാ ജില്ലകളിലൂടെയും പര്യടനം പൂർത്തിയായി ഇപ്പോൾ മലപ്പുറത്തും വരെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല ഒരു പിൻബലമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നാടിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യമാണിത്. ആളുകൾക്കിടയിൽ വിദ്വേഷവും അകൽച്ചയും വർദ്ധിക്കുന്നു. പല രീതിയിലുള്ള ഭിന്നിപ്പ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ. ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹോദര്യ രാഷ്ട്രീയമാണ് ഈ പദയാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഇതിന് ലഭിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ല സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഇത് പദയാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്തെ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു വരികയും വക്കം മൗലവിയുടെയും മറ്റുമൊക്കെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത്. മലപ്പുറത്തെത്തുമ്പോൾ മമ്പറന്തങ്ങന്മാരുടെയും മറ്റുമൊക്കെ ഓർമ്മകളും ഉള്ള പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുന്നത്. തീർച്ചയായും ഇത് ഒരു ആവേശകരമായ അനുഭവമാണ്. കേരളത്തിലുടനീളമുള്ള ജനങ്ങൾ ഏത് പ്രതിസന്ധിയിലും അകൽച്ചയും വിദ്വേഷവും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോഴും അതിനുള്ള ശ്രമങ്ങൾ ചില പാർട്ടികളും സംഘടനകളും ഒക്കെ ബോധപൂർവം ശ്രമിക്കുമ്പോഴും ഞങ്ങൾക്കിടയിലുള്ളത് സാഹോദര്യത്തിൻ്റെ ഇഴയടുപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ പദയാത്രയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലുടനീളമുള്ള ജനങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലായിരുന്നു പദയാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ മഞ്ചേരിയിലൊരു സ്വീകാര്യതയും പിന്നെ മഞ്ചേരിയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്? മഞ്ചേരിയിൽ ആവേശകരമായ ഒരു പദയാത്രയായിരുന്നു. അതിൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയത്, ഒന്ന്, മഞ്ചേരിയിലെ ടൗണിൻ്റെ ഇരുഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ പദയാത്രയെ സ്വീകരിക്കാൻ കടന്നു വന്നു. എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. കച്ചവടക്കാർ, ഓട്ടോ തൊഴിലാളികൾ, ഷോപ്പിലെ ജീവനക്കാർ, സാംസ്കാരിക പ്രവർത്തകർ, പല രാഷ്ട്രീയ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ, INL-ൻ്റെ രാഷ്ട്രീയ നേതാവ് വന്നിരുന്നു. അങ്ങനെ പല പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു. അതോടൊപ്പം തന്നെ മഞ്ചേരിയിലെ സന്നദ്ധ പ്രവർത്തകർ, വ്യാപാരി വ്യവസായി ലീഡർമാർ, അതേപോലെ ഇവിടെയുള്ള ചില പൊതു ക്ലബ്ബുകളുടെയും മറ്റും ലീഡേഴ്സ്, അവരൊക്കെ ഞങ്ങളെ സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു. വളരെ വിജയകരമായ സ്വഭാവത്തിലാണ് ഇന്നലത്തെ പദയാത്ര പൂർത്തിയാക്കിയത്. മഞ്ചേരിയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകമായ വിഷയങ്ങൾ മഞ്ചേരിയിലെ സംഘടനകളും പൗരസംഘടനകളും ക്ലബ്ബുകളുടെ ഭാരവാഹികളും വ്യാപാരി വ്യവസായികളുമായൊക്കെയുള്ള ഒരു സിറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഉയർന്നു വന്ന 2-3 ആവശ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരുപാട് നാളത്തെ ആളുകളുടെ ആവശ്യങ്ങളാണത്. ശരി, യഥാർത്ഥത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് വരുന്നത് കേരളത്തിൽ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകളിലൊക്കെ മെഡിക്കൽ കോളേജ് ഉണ്ടാകണമെന്ന തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. UDF-ൻ്റെ ഗവൺമെൻറ്, കഴിഞ്ഞ UDF-ൻ്റെ ഗവൺമെൻറ്റാണ് അത് അനുവദിച്ചത് ആദ്യം. അന്ന് പത്തനംതിട്ടയും മലപ്പുറവും നമ്മൾ താരതമ്യത്തിനെടുത്താൽ മലപ്പുറം ജില്ലയിലെ ഈ മഞ്ചേരിയിലെ ജനറൽ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ പരിവർത്തിപ്പിക്കാനാണ് തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ ആ തീരുമാനം തന്നെ തെറ്റാണ് എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ആ ജനറൽ ഹോസ്പിറ്റൽ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് സൗകര്യപ്രദമായ സ്ഥലത്ത്, വിശാലമായ സ്ഥലത്ത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പത്തനംതിട്ടയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ ഏകദേശം 2
ഘട്ടങ്ങളിലായി കിഫ്ബി വഴിയും അല്ലാതെയും 500 കോടിയോളം 484 കോടി രൂപ സർക്കാർ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ ചിലവഴിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം മെഡിക്കൽ ഇവിടെയും കൂടെ അതെ. കിട്ടണല്ലോ. അപ്പോൾ ആ ഒരു പരിഗണന യഥാർത്ഥത്തിൽ മലപ്പുറത്തെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിനോട് ഉണ്ടായില്ല. 184 കോടിയോ മറ്റോ ആണ് ചിലവഴിച്ചത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള അതെ, ജില്ലയായിട്ട് അതെ. പോലും 44 ലക്ഷത്തിലധികം കഴിഞ്ഞ 2021 11 കണക്ക് പ്രകാരം തന്നെ 44 ലക്ഷമാണ് ജനസംഖ്യ. എത്രയോ ഇരട്ടിയാണ് മറ്റ് ജില്ലകളേക്കാൾ, പത്തനംതിട്ട ജില്ലകളേക്കാൾ വലിയ വലിയ ഇരട്ടി നിരവധി അനവധി ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് വിശാലമായൊരു ക്യാമ്പസിലേക്ക് മാറ്റണം. നിലവിലുള്ള ജനറൽ ഹോസ്പിറ്റലായിരുന്ന സംവിധാനം അതേ നിലയിൽ നിലനിർത്തുകയും വേണമെങ്കിൽ കിടത്തി ചികിത്സക്കുള്ള സൗകര്യങ്ങൾ ഇനിയും മെഡിക്കൽ കോളേജിൻ്റെ ഒരു സബ് സെൻറ്റർ എന്ന നിലക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അത് തടസ്സമില്ല, അത് ജനങ്ങൾക്ക് സൗകര്യവുമാണ്. പഠനം തന്നെയാണ് മെഡിക്കൽ കോളേജ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലൈഡ് മെഡിക്കൽ കോഴ്സുകളൊന്നും കാര്യമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലില്ല. BSc നേഴ്സിംഗ് തന്നെ പിന്നെ ഇപ്പോൾ ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റാനുള്ള ചർച്ച നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അലൈഡ് മെഡിക്കൽ കോഴ്സുകൾ കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു മെഡിക്കൽ കോളേജിന് കൂടുതൽ ശക്തിയും സൗന്ദര്യവും പിൻബലവും ലഭിക്കുക. സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും വിവിധ സ്വഭാവത്തിലുള്ള സാന്നിധ്യം ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ നിലക്ക് വലിയ അളവിൽ നമുക്ക് സഹായകമാകും. അപ്പോൾ അതുകൊണ്ട് 50 ഏക്കറെങ്കിലുമുള്ള സ്ഥലം ഗവൺമെൻറ് കണ്ടെത്തണം. എന്നിട്ട് അവിടെ ഹോസ്റ്റലുകളും അക്കാദമിക് ബ്ലോക്കുകളും ഒക്കെ തുടങ്ങിയിട്ട് ശക്തമായ സ്വഭാവത്തിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാകണം. അതോടൊപ്പം ഇപ്പോഴുള്ള മഞ്ചേരിയിലെ വലിയ ചികിത്സാ കേന്ദ്രമാണ്, അതിനെ അതേപോലെ നിലനിർത്തുകയും മെഡിക്കൽ കോളേജിൻ്റെ ചികിത്സാ കേന്ദ്രം എന്ന നിലയ്ക്ക് ഇതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയും ജനറൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മറ്റൊരു ചികിത്സാ കേന്ദ്രം എന്ന നിലയ്ക്ക് തന്നെ നിലനിർത്തുകയും എഡ്യൂക്കേഷൻ പർപ്പസ് മുമ്പിൽ വെച്ചുകൊണ്ടുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് വിപുലമായ സ്വഭാവത്തിൽ തുടങ്ങുകയും ചെയ്യണം. ഗതാഗത പ്രശ്നത്തിൻ്റെ ബൈപ്പാസ് പരിഹാരത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്നു. കച്ചവടക്കാരുടെ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഏതായിരുന്നാലും നല്ലൊരു പിന്തുണയാണ് ലഭിച്ചത്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാവരും പറഞ്ഞത് ഈ ക്യാപ്ഷനെ കുറിച്ച് തന്നെയാണ്, സഹോദരി കേരള പദയാത്ര. അതെ, അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. നല്ലൊരു പിന്തുണ മഞ്ചേരിയിലെ സുഹൃത്തുക്കൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ആശയം, അതായത് സഹോദരി കേരള പദയാത്ര എന്നുള്ളൊരു ആശയം, അതിന്റെ പിന്നില് രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയിട്ടുള്ള ഒരു ആശയ ശരീരം ഉണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ ഒരു അകക്കാമ്പ് സാഹോദര്യം എന്നതാണ്. അപ്പോൾ പ്രശ്നം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ ചേർന്ന് നിന്നുകൊണ്ടാണ് നവോത്ഥാന കേരളം രൂപപ്പെട്ടത്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ വലിയൊരു വിമോചന പോരാളിയും നവോത്ഥാന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ, ദളിത് കമ്മ്യൂണിറ്റിയുടെ വിമോചനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിയതായി കാണാം. അതിലേറ്റവും ശ്രദ്ധേയമായത് പിന്നെ അദ്ദേഹം വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടത്തിയ പണിമുടക്ക് സമരമുണ്ട്. സാധാരണ കൂലി വർധനവിന് വേണ്ടിയൊക്കെയാണല്ലോ പണിമുടക്ക് നടത്തുക. അവർ ഞങ്ങളുടെ സമുദായത്തിലെ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലേലകളിൽ ഞങ്ങൾ ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരം നടത്തുന്നുണ്ട്. വലിയ സമരം 1 വർഷത്തിലധികം നീണ്ടുന്നു. ആ സമരത്തെ പിന്തുണക്കുന്നത് ക്രൈസ്തവ സഹോദരങ്ങൾ, മുസ്ലിം കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികളൊക്കെ. ഞാൻ കഴിഞ്ഞ പദയാത്രയുടെ തൊട്ടുള്ള 3 ദിവസങ്ങളിൽ അവിടെ സന്ദർശിച്ചിരുന്നു, ആ പ്രദേശങ്ങളിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട്, അവിടെയുള്ള കുടുംബങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊക്കെ ഈ വിഷയം വലിയ ശക്തമായി നമ്മളോട് ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ അമ്മാവൻ്റെ മക്കളിൽപ്പെട്ട ഒരു ഇളയ ആൾ അദ്ദേഹം ഉപയോഗിച്ച വടി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ആ വടി ഒരു വാളുപോലുള്ളൊരു വടിയാണ്, ഇതായിരുന്നു ഞങ്ങളുടെ ശക്തി, ഞങ്ങളെ കൊല്ലാൻ വരുന്നവരെ നേരിട്ടത് ഈ വടി ഉപയോഗിച്ചാണ് മഹാത്മാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ശിവഗിരിയിൽ, അപ്പോൾ ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് വേണ്ടി ഒരു റൂം പ്രത്യേകമായി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു എന്നാണ്. അദ്ദേഹം അവിടെ വരുന്നു, സംസാരിക്കുന്നു, പിന്നെ വിശ്രമിക്കുന്നു. ഒരു സാഹോദര്യം എന്ന് പറയുന്ന ആശയം അവിടെ തന്നെ രൂപപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനത്തിനും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി
ലോകത്ത് നടന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന വലിയ പോരാട്ടങ്ങളിലൊന്നാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പിൻബലം അവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളുമായിരുന്നു. ഈഴവരും ദളിതുകളും പിന്നോക്ക വിഭാഗങ്ങളും സിഖ് കമ്മ്യൂണിറ്റി വരെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മമ്പുറം തങ്ങന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും അത് നമുക്ക് കാണാം. അപ്പോൾ ജന്മി മേധാവിത്വത്തിൻ്റെ ഒരു കാലത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന പിന്നോക്ക ജാതി ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുകയും ചൂഷണങ്ങൾക്കെതിരെ സമരം നടത്തുകയൊക്കെ ചെയ്യുന്ന അനുഭവം കാണാം. ഇപ്പോൾ മമ്പുറം തങ്ങളുടെ അടുത്ത് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ വന്നിട്ടൊരു പരാതി പറയുന്നുണ്ട്. എനിക്ക് മറക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, എന്നെ മുതലാളി ദ്രോഹിക്കുന്നു. അപ്പോൾ ആ മുതലാളി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൂടിയായിരുന്നു. അപ്പോൾ ആ ദളിത് സ്ത്രീയെയും കൊണ്ട് അവർ പറഞ്ഞ പരാതി ഏറ്റെടുത്തുകൊണ്ട് മമ്പുറം തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോവുകയും അതിശക്തമായ വാഗ്വാദങ്ങളും പിന്നീട് പോരാട്ടങ്ങളും ഉണ്ടാവുകയും 6 പേർ മരണപ്പെടുകയൊക്കെ ചെയ്ത ചരിത്രം കേരള ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ പ്രയാസമനുഭവിക്കുന്ന ജനത ചേർന്ന് നിൽക്കണം. സാഹോദര്യം എന്ന് പറയുന്നത് കേവലം ഒരു അരാഷ്ട്രീയ ആശയം എന്ന നിലക്കല്ല ഞങ്ങൾ പറയുന്നത്, കുറേ കൂടി പോരാട്ട വീര്യത്തോടുകൂടെ ചേർന്ന് നിൽക്കേണ്ടതിനെ കുറിച്ചാണ്. ഇപ്പോൾ തന്നെ വഖഫ് നിയമ ഭേദഗതി പാസ്സായി. അതിനെതിരെ ഒരുപാട് സംഘടനകൾ സുപ്രീം കോടതിയിൽ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന്, കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ചെറിയ സംഘടനയുണ്ട്, ശ്രീനാരായണ ധർമ്മം ട്രസ്റ്റ് എന്ന പേരിൽ. അവർ ഒരു ഹർജി കൊടുക്കുന്നു. പ്രസിദ്ധനായ അഡ്വക്കേറ്റ് ഡോക്ടർ മോഹൻ ഗോപാലാണ് അതിൽ ഹാജരാകുന്ന അഡ്വക്കേറ്റ് വക്കീൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു സ്റ്റോറി വന്നിരുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഈഴവരുടെ ഒരു സംഘടന സുപ്രീം കോർട്ടിൽ ഹർജി കൊടുക്കുകയാണ്, കേസ് വാദിക്കുകയാണ്. അത് ഒരു വലിയ സാഹോദര്യ പോരാട്ടം തന്നെയാണ് എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഈ സാഹോദര്യം കേരളം എന്ന ആശയത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് പറയുമ്പോൾ വലിയ അകൽച്ച മലപ്പുറം ജില്ലയെക്കുറിച്ച് സൃഷ്ടിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഇന്നലെ എനിക്ക് വല്ലാത്തൊരു ഹൃദയസ്പൃക്കായ അനുഭവം ഉണ്ടായി. ഇന്നലെ ഞങ്ങൾ രാവിലെ കടുവയുടെ ആക്രമണമേറ്റ് മരണപ്പെട്ട ഗഫൂറിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ പത്തനംതിട്ടയിലുള്ള ഒരു സുരേഷ് കുറുപ്പ് എന്ന ഒരു അധ്യാപകൻ വന്നിരിക്കുന്നു. റിട്ടയർഡ് അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ ഈ ഗഫൂർ കൊല്ലപ്പെട്ട വിവരം പത്രത്തിലൂടെ അറിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞാൻ 20 വർഷമായിട്ട് ഇവിടുന്ന് റിട്ടയർഡായിട്ട് പോയിട്ട് 20 വർഷം മലപ്പുറത്തുനിന്ന് നിലമ്പൂരെ ആ കുട്ടികൾ പഠിച്ച സ്കൂളിൽ നിന്ന് റിട്ടയർഡായിട്ട് 10-20 വർഷമായി. എന്നിട്ട് ആ മനുഷ്യൻ ഈ വാർത്ത കേട്ട് വരികയാണ്. എന്തെല്ലാം കുപ്രചരണങ്ങളാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് പുറത്ത് പറയുന്നത്. ഇവിടെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ കാണാൻ വരികയാണ്. ഇത് ചില സമുദായ നേതാക്കന്മാരോടൊക്കെ പഠിപ്പിക്കേണ്ട അനുഭവമാണ്. വല്ലാത്ത ഒരു ആത്മീയമായ ഒരു സന്തോഷത്തോടെയാണ് ആ അധ്യാപകൻ നമ്മളോട് സംസാരിക്കുന്നത്. ഇത് കുറേ കൂടി ശക്തമായി പ്രചരിപ്പിക്കണം. സാഹോദര്യത്തിൻ്റെ ഇടമാണ് മലപ്പുറം. ഒരിക്കലും മലപ്പുറം ജില്ല വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും ഇടമല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സന്ദർഭം കൂടിയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. കാരണം മലപ്പുറം കുറിച്ച് മലപ്പുറം ജില്ലയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളോട് സംവദിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് നല്ലൊരു മെസ്സേജ് ആണത്. ഞാൻ ഈ ഒരു യാത്രയിൽ നിന്ന് മാറിയിട്ട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ CPM നേതൃത്വം വെൽഫെയർ പാർട്ടിക്കെതിരെ രൂക്ഷമായ രാഷ്ട്രീയ ആക്രമണത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളൊരു ആരോപണം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? CPM യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടിയെ വിമർശിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കുറേ കാലമായി CPMൻ്റെ ഒരു രീതിയും കാഴ്ചപ്പാടും പ്രതികരണമൊക്കെ പരിശോധിച്ചാൽ ഒരു ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും ചേർത്ത് വെച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. പല രീതിയിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ അത്തരം ചില പ്രസ്താവനകൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വെൽഫെയർ പാർട്ടിയും CPM ഒരു ശത്രുതയുള്ള പാർട്ടിയല്ല. കാരണം CPM ഒരു മതനിരപേക്ഷ പാർട്ടിയാണ്. പക്ഷേ ആ മതനിരപേക്ഷ നിലപാട് കേരള CPM ഒഴിവാക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങളുടെ വിമർശനം.
പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെയും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെയും വഴിയിൽ മെല്ലെ മെല്ലെ സഞ്ചരിക്കുകയും ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും ഒക്കെ പടർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുക. ഈ നിലപാട് CPM തിരുത്തണം. ഞങ്ങളും CPM തമ്മിൽ സഹകരിച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇപ്പോൾ വരാൻ പോകുന്ന 3ാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളും CPM സഹകരിച്ചാണ് കേരളത്തിൽ മത്സരിച്ചത്. ഞങ്ങളുടെ മഞ്ചേരിയിൽ തന്നെ ഞങ്ങൾക്ക് അന്ന് ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, രജിത മഞ്ചേരി. CPM-മായി ചേർന്ന് മത്സരിച്ച് വിജയിച്ച വെൽഫെയർ അതെ പാർട്ടിയിൽ അതെ സജീവമായിട്ട് ജില്ലാ സെക്രട്ടറിയാണ് നമ്മുടെ. അവരുൾപ്പെടെ 45 കൗൺസിലർമാരും മെമ്പർമാരും അന്ന് കേരളത്തിൽ വെൽഫെയർ പാർട്ടിയും CPM-ഉം ചേർന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളും CPM ലീഡേഴ്സും തമ്മിൽ ചർച്ച നടത്തി തന്നെ രൂപപ്പെട്ട ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. പിന്നീട് 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-നെയാണ് പിന്തുണച്ചത്. കാരണം അഖിലേന്ത്യാ സ്വഭാവത്തിൽ BJP-ക്കെതിരെ ഉണ്ടായി വരേണ്ട ഒരു വിശാല ഐക്യതയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടായിരുന്നു ആ നിലപാടെടുത്തത്. 2024 കുറെ കൂടി വിശാലമായ സ്വഭാവത്തിൽ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടു. അതിൽ CPM ഉൾപ്പെടെയുണ്ട്. കേരളത്തിന് പുറത്ത് വാളയാറിനപ്പുറം CPM ഉൾപ്പെടെയുള്ള മുന്നണിയാണ്. സ്വാഭാവികമായും വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ സ്വഭാവത്തിൽ അതിന് പിന്തുണക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ അതിൻ്റെ 1ാം ഭാഗം എന്ന നിലക്ക് തന്നെ UDF-നെ ഞങ്ങൾ പിന്തുണക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പേരിൽ ചില അകൽച്ചകളും വിമർശനങ്ങളും ഉണ്ട്. ഞങ്ങളുമായി CPM ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുന്നോടിയായിട്ടും ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഈ ഘട്ടത്തിൽ CPM-ന് വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞങ്ങൾ പിന്തുണക്കാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിൽ BJP-ക്കെതിരായൊരു മുന്നേറ്റമാണ്. നിങ്ങളും CPM അതിൻ്റെ ഭാഗമാണ്, ഇന്ത്യ മുന്നണി എന്ന നിലക്ക്. കേരളത്തിൽ നിങ്ങൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ നിങ്ങളെ പിന്തുണക്കാൻ കഴിയില്ല. ഇതിൻ്റെ പേരിൽ രൂക്ഷമായ വിമർശനം വെൽഫെയർ പാർട്ടിക്കെതിരെ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ വിമർശനം ഞങ്ങളതിന് കാര്യമാക്കുന്നില്ല. അതേസമയം CPM ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഇസ്ലാം വിരുദ്ധതയെ, ഇസ്ലാമോഫോബിയെ ഗൗരവത്തിൽ കാണും. മലപ്പുറം ജില്ലക്കെതിരെയും ചില വിമർശനങ്ങൾ ഒരു അന്യായമായി ഉന്നയിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷ് വരെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ജില്ലാ വിഭജനം മലപ്പുറത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഇത് ഏതെങ്കിലും സംഘടനകളുടെ ആവശ്യമല്ല. 50 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു ജില്ലയിൽ കലക്ടറുടെയും ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെയും സേവനം ലഭ്യമാകാൻ വേണ്ടി ഉള്ള ഒരു നിലപാടാണത്. ഞങ്ങൾക്കതിലുള്ള നിലപാട് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നതിനേക്കാൾ ഉപരി മലബാറിനെ സമഗ്രമായി പഠനം നടത്തിയിട്ട് മലബാറിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്നാണ്. ഇത് ആവശ്യം ഞങ്ങളും മറ്റു പല സംഘടനകളും ഉന്നയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പരാമർശത്തിൽ പോലും അതെന്തൊരു തീവ്രവാദത്തിൻ്റെ ശബ്ദമാണ് എന്ന് പറയുന്നു. ഇത്തരം നിലപാടുകൾ CPM അവസാനിപ്പിക്കണം എന്നാണ് നമുക്കതിൽ പറയാനുള്ളത്. ഞങ്ങളുടെ ശത്രുവല്ല CPM, ഞങ്ങൾ CPM-ൻ്റെയും ശത്രുവല്ല, CPM ഞങ്ങളുടെയും ശത്രുവല്ല. അതേസമയം CPM നിലപാടുകൾ തിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യക്ഷമായിട്ടാണെങ്കിലും നമ്മൾ പങ്കുവെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് തദ്ദേശ തലത്തിൽ എന്തെങ്കിലും വലിയ രീതിക്കുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രൂക്ഷമായ വിമർശനം CPM ലീഡർഷിപ്പ് വെൽഫെയർ പാർട്ടിക്കെതിരെ നടത്തിയത്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് 45 ജനപ്രതിനിധികളുള്ളത് 65ആയി വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾ CPM വിമർശനത്തെ മുഖവിലക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പദയാത്രയിലും വളരെ ആവേശകരമായ പിന്തുണ ജനങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ CPM ഒരു ഭാഗത്ത് പലതും പറയും, അത് അവരുടേതായ കേവല രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന വിലയിരുത്തലാണ് ജനങ്ങൾക്കുള്ളത് എന്ന് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും പാർട്ടി പരിപാടികൾക്കും മറ്റുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജനപിന്തുണയിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CPM-ൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ BJP-ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടി CPM-നെയും BJP-നെയും ഒരുപോലെയാണോ നോക്കിക്കാണുന്നത്? BJP-ൻ്റെ അടുത്തുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്? BJP-യെയും മറ്റൊരു പാർട്ടിയെയും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. BJP എന്ന് പറയുന്നത് ഒരു വംശീയതയിൽ അധിഷ്ഠിതമായൊരു പാർട്ടിയാണ്, ഫാസിസ്റ്റ് പാർട്ടിയാണ്. RSS ആണ് അതിൻ്റെ സകല പിന്തുണയും നൽകി ശക്തിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ സംഘപരിവാർ സംഘടനകളിൽ ഒന്നാണ് BJP. അപ്പോൾ BJP-യുടെ രൂപീകരണവും അത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടൊക്കെ പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. അപ്പോൾ BJP ഒരു വംശീയ പാർട്ടിയാണ്, ഫാസിസ്റ്റ് സംഘടനയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയേണ്ടതുണ്ടോ,
എന്നൊക്കെ CPM-ൽ സംശയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലൊരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് BJP നയിച്ചുകൊണ്ടിരിക്കുന്ന NDA ഗവൺമെൻറ്. അതുകൊണ്ട് അതിനെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തണം. ആരുമായും വിശാലമായ കൂട്ടായ്മ രൂപപ്പെടുത്തണം. CPM തന്നെ അതിൽ കക്ഷിയാണ് ആ കൂട്ടായ്മയിൽ. ഞങ്ങൾ കേരളത്തിന് പുറത്ത് CPM-നെയാണ് വോട്ട് ചെയ്ത് പലയിടത്തും. പിന്നെ അവർ മത്സരിച്ച് വിജയിച്ച എല്ലായിടങ്ങളിലും, പിന്നെ രാജസ്ഥാനിൽ, തമിഴ്നാട്ടിൽ, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ ഞങ്ങളവരും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. കേരളത്തിലാണ് ഈ കുറച്ച് അകൽച്ചയൊക്കെ ഉള്ളത്. ഞങ്ങൾ CPM-നെയും BJP-യും ഒരിക്കലും ഒരേ രീതിയിലല്ല കാണുന്നത്. CPM അങ്ങനെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ RSS-നെയും ഞങ്ങളെയും താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കാം. ചില മുസ്ലിം സംഘടനകളെ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കാം. RSS-ൻ്റെ ഏറ്റവും വിദ്വേഷമുള്ള അടിസ്ഥാന ഗ്രന്ഥമാണ് ബെഞ്ച് ഓഫ് തോട്ട്. അതും ചില മുസ്ലിം പുസ്തകങ്ങളെയും മുസ്ലിം ഗ്രന്ഥകാരന്മാരെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാം. ഈ താരതമ്യം CPM അവസാനിപ്പിക്കണം. കാരണം ഭരണകൂടമായി മാറി ഇന്ത്യയെ തന്നെ നശിപ്പിക്കുന്ന RSS-നെയും BJP-യോടും താരതമ്യപ്പെടുത്തുന്ന ഒരു സംഘടനയും ഇന്ത്യയിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് CPM-ന് പറ്റിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളത് സഖാവ് MA ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വായനയും പഠനവും ഒരു വീക്ഷണവും ഒക്കെയുള്ള വ്യക്തിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു കാഴ്ചപ്പാട് ഒരു രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിത കാഴ്ചപ്പാടിന് അപ്പുറം സാംസ്കാരികമായ നിലപാടുകളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറിഷിപ്പിൽ കുറച്ചുകൂടി മലയാളി കൂടിയായ അദ്ദേഹം കേരളത്തിൻ്റെ CPM-നെ കുറിച്ചൊക്കെ അറിയുന്ന ആളാണ്. ഒരു തിരുത്തൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാറ്റം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അങ്ങനെ മാറ്റാൻ കഴിയണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണല്ലോ. അദ്ദേഹം വലിയൊരു മേധാവിത്വം CPM-ൽ കാണിക്കുന്ന വ്യക്തി കൂടിയാണ്. അതിനെ മറികടക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിണറായിസം കേരളത്തിൽ CPM-നെ നശിപ്പിക്കും. അത് വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലൊക്കെ ഉണ്ടായ അനുഭവം ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്നത് സംഭവിക്കരുത് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് CPM പ്രവർത്തകർ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പം നമ്മളെ BJP-നെ കുറിച്ചും CPM-നെ കുറിച്ചും പറഞ്ഞു. കോൺഗ്രസ് ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഒരു കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? ഞങ്ങൾ പിന്നെ 2014 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം അത് കേവലം ഒരു ഭരണമാറ്റം മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി വേറൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നു എന്നതല്ല സംഭവിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായി നിലപാടുള്ള, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തകർക്കുന്ന, ഇന്ത്യയിലെ സാമൂഹ്യ നീതിയെ ഇല്ലായ്മ ചെയ്യുന്ന, സംവരണത്തെ എതിർക്കുന്ന, ന്യൂനപക്ഷാവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംഘമാണ് അധികാരത്തിൽ വന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ താഴെ ഇറക്കാൻ വിശാലമായ കൂട്ടായ്മ രൂപപ്പെടണം. കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ അതിന് അല്പമെങ്കിലും കഴിയുന്ന ഒരു പാർട്ടി. ആ നിലക്കാണ് ഇന്ത്യ മുന്നണിൻ്റെ ലീഡിംഗ് പൊസിഷനിലേക്ക് വരുന്നത്. കോൺഗ്രസിന് പോരായ്മകളുണ്ട്. ആ പോരായ്മകളുടെ കാരണത്താൽ തന്നെയാണ് ഇന്ത്യയിൽ സംഘപരിവാറിന് മേൽക്കൈ ലഭിച്ചത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ചുകൂടി ശക്തമായ സ്വഭാവത്തിൽ കോൺഗ്രസ് വരികയും മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണിയിലൂടെ അത് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാധ്യതയെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾ 2 തിരഞ്ഞെടുപ്പിലും UDF-നെ അഥവാ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്. അതൊരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ അതിന് പിന്തുണക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നീട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-മായി സഹകരിച്ചിട്ടാണ് മത്സരിച്ചത്. ഞങ്ങൾ സഹകരിക്കുന്ന ഒരു മുന്നണിയാണ് ഇപ്പോൾ UDF. ഞങ്ങളത് ഘടകകക്ഷിയല്ല, പക്ഷേ ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന മുന്നണിയാണ്. ഈ പദയാത്രയിൽ തന്നെ UDF-ൻ്റെ ലീഡേഴ്സ് ഒരുപാടിടങ്ങളിൽ ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. മഞ്ചേരിയിൽ തന്നെ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർമാരും ചെയർമാന്മാരും മറ്റുമൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ സഹകരിക്കുന്ന ഒരു മുന്നണിയാണ് UDF. ഘടകകക്ഷിയല്ല, ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ് UDF. ഇപ്പോൾ സഹകരിച്ച് പോകുന്നു. ഇനി ഭാവിയിൽ ഘടകകക്ഷിയാവാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അതൊക്കെ മുമ്പിൽ വരുന്ന സാധ്യതകളാണ്. ഏതായിരുന്നാലും ജനാധിപത്യത്തിൽ മതനിരപേക്ഷ കക്ഷികളുമായുള്ള സഹകരണത്തിലൂടെ തന്നെയാണ്
ഒരു ബദൽ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ കഴിയുക. ആ ബദൽ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്ന നിലക്ക് LDFുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് മുമ്പ്. ഇപ്പോൾ UDFുമായി സഹകരിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനെയും കൂടുതൽ ശക്തിപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് തടസ്സങ്ങളൊന്നുമില്ല. അത്തരം ചർച്ചകൾ ഇനിയും കൂടുതൽ ശക്തമായി നടക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലായിരിക്കും അത് കൂടുതൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണി സഹകരണം എന്നതൊരു അടഞ്ഞ അധ്യായമല്ല. LDFുമായും UDFുമായും ഞങ്ങൾ പല ഘട്ടങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. BJP മാത്രമാണ് ശത്രുത എന്ന നിലക്ക് അകറ്റി നിർത്തുന്ന ഒഴിവാക്കപ്പെടേണ്ട ഒരു പാർട്ടി എന്ന നിലക്ക് നമ്മൾ കാണുന്നത്. മറ്റു പാർട്ടികളോട് തത്വാധിഷ്ഠിതമായ നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുക. ഇനി ഇപ്പോൾ ആളുകൾക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പാർട്ടിയുടെ ഒരു തീരുമാനം എന്താണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. നിലമ്പൂർ MLA രാജിവെക്കാനുള്ള പശ്ചാത്തലവും നമുക്ക് അറിയാം. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ജെന്യൂനാണ്. പ്രത്യേകിച്ച് പോലീസ് അട്രോസിറ്റിയും മലപ്പുറം ജില്ലയിലെ പോലീസ് അതിക്രമണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാന വിഷയം. ഇപ്പം സുജിത് ദാസ് പോലീസ് മേധാവിയെ പോലുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പിലുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടിഞ്ഞിയിലെത്തിയപ്പോൾ കൊടിഞ്ഞി ഫൈസലിൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു. 20 പ്രാവശ്യമാണ് കേസ് മാറ്റിവെക്കപ്പെട്ടത്. അവർ പറയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഡയല്യൂട്ടായ ലഘുവായ FIRകളും കേസ് വകുപ്പുകളുമൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കേരള പോലീസിനകത്ത് RSSൻ്റെ സ്ലീപ്പർ സെല്ല് വർക്ക് ചെയ്യുന്നു എന്ന് ഞങ്ങളല്ല അത് ആദ്യം ഉന്നയിച്ചത്. CPIയുടെ അഖിലേന്ത്യാ നേതാവ് ആനി രാജ തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെയാകുന്നത് ശരിയാണ് എന്ന് പറയുകയാണ് ചെയ്തത്. സഖാവ് കോടിയേരി അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് നടത്തിയ വലിയൊരു കാര്യം പറഞ്ഞ കാര്യമുണ്ട്. RSSൻ്റെ സ്ലീപ്പർ സെല്ലുകളെ ഒരുക്കുന്ന രൂപത്തിൽ ക്യാമ്പുകളും മറ്റും നടത്തുന്നു. അത് പത്തനംതിട്ടയിലെ ഒരു പാർട്ടി സമ്മേളനത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞതാണ്. അവരുടെ കയ്യിലല്ല ആഭ്യന്തര വകുപ്പ് എന്ന സംഭവത്തിൽ. ഇത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. എല്ലായിടങ്ങളിലും പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിം വിരുദ്ധമായ പലതും, ദളിത് വിരുദ്ധമായ, മുസ്ലിം വിരുദ്ധമായ, ക്രിസ്ത്യൻ വിരുദ്ധമായ നിലപാടുകളൊക്കെ RSS അല്ലെങ്കിൽ ഭരണകൂടം BJP ചെയ്തത്. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം കേരളത്തിൽ സംഭവിക്കുന്നു. കൂടുതൽ ശക്തമായി അത് മലപ്പുറത്തുണ്ടാകുന്നു എന്നാണ് MLA ഉൾപ്പെടെ ഉന്നയിച്ച വിമർശനം. MLA മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള മലപ്പുറത്തുള്ള മന്ത്രി പോലീസ് അസോസിയേഷൻ്റെ ഒരു യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് V. അബ്ദുറഹ്മാൻ അവர்களுം ഇതേ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉന്നയിച്ച ആളാണ് PV അൻവർ എന്ന് നമുക്കറിയാം. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ വിജയം നിർണ്ണയിക്കാൻ കഴിയുന്ന വോട്ടുണ്ട്. അത്രയും വലിയ പാർട്ടി സംവിധാനം. ഞങ്ങൾക്ക് നിലവിലുള്ള ഭൂരിപക്ഷവും മറ്റുമൊക്കെ താരതമ്യപ്പെടുത്തിയാൽ ഏത് കക്ഷി വിജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു വോട്ട് ബാങ്ക് ഞങ്ങൾക്കവിടെയുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ ബൂത്ത് തല പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മണ്ഡലം കൺവെൻഷൻ പൂർത്തിയായി. ഇന്നലെ മെനിഞ്ഞാന്ന് നടന്ന പദയാത്രയിൽ വലിയ സ്വീകാര്യതയും വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. വെറും മഴയായിരുന്നിട്ട് കൂടി നിരവധി ആളുകൾ വന്നിരുന്നു. ഞങ്ങൾക്കതൊരു വലിയ കോൺഫിഡൻസാണ് നൽകുന്നത്. മത്സരിക്കണോ വേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ മത്സരിക്കാനുള്ള ഒരു ഒരുക്കം എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതിൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ എന്ത് തീരുമാനം എടുത്താലും പാർട്ടിക്ക് അത് നടപ്പിലാക്കാൻ കഴിയും. ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംശയമാണ്, അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു മണ്ഡലം വെൽഫെയർ പാർട്ടിക്ക് അത്രയേറെ പ്രധാനപ്പെട്ടതാവാൻ കാരണം? അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലക്ക് നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, LDFൻ്റെ ഒരു MLA രാജിവെക്കുന്നു. അത് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യത്താലല്ല അദ്ദേഹം രാജിവെക്കുന്നത്. ഒരു ശക്തമായ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കുന്നു, അതിൻ്റെ പേരിൽ രാജിവെക്കുന്നു. അക്കാരണത്താൽ തന്നെ ആ രാഷ്ട്രീയ പ്രശ്നം മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നിലക്ക് നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ 2 മുന്നണികളും സജീവമായിട്ടുണ്ടാവും. അതിൽ വെൽഫെയർ പാർട്ടിയും അതിൽ സജീവ പങ്കുവഹിക്കും. പിന്നെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രമേ ഇനിയുള്ളൂ.
അപ്പോൾ ഒരു സെമി ഫൈനലാണ്. അതുകൊണ്ടാണ് നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പറയുന്നത്. ആ നിർണായകമായ തിരഞ്ഞെടുപ്പിന് എന്ത് റിസൾട്ടായിരിക്കും ഉണ്ടാകുക എന്നത് ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അത് നടത്താതിരിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഏതായിരുന്നാലും തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നിർണായകമായിരിക്കും. അതിൽ വെൽഫെയർ പാർട്ടിയുടെ കൃത്യമായൊരു പങ്കുണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നമുക്കത് നോക്കി കാണാം. ആകെ നോക്കി കാണാം. ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ യുവതലമുറയെ കാതു തിന്നുന്ന ലഹരി പോലുള്ള കാര്യങ്ങളുണ്ട്. അതിനെതിരെ ഒരുപാട് ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വെൽഫെയർ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതോ ഈ പദയാത്രയിൽ അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഈ പദയാത്രയിലെ അനുബന്ധിച്ച് തന്നെ പഞ്ചായത്തുകളിൽ പദയാത്ര നടക്കുന്നുണ്ട്. എല്ലാ വാർഡുകളിലും യൂണിറ്റുകളിലും ജനജാഗ്രതാ സമിതി രൂപീകരിക്കുന്നുണ്ട്. അത് ലഹരിക്കെതിരായ ജനജാഗ്രതാ സമിതിയാണ് രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഞങ്ങളതിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ലഹരിക്കടിപ്പെട്ടു പോയ ആളുകളെ, യുവാക്കളും വിദ്യാർത്ഥിനികളും ഒക്കെ ഉണ്ട്, നിരവധിയുണ്ട്. അവരെ സമീപിച്ചുകൊണ്ട് ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എത്തിക്കുക, അതിനുള്ള ചില വർക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പീപ്പിൾ ഫൗണ്ടേഷനുമായി സഹകരിച്ച് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ലഹരി മാഫിയെ പിടിമുറുക്കിയിട്ടുണ്ട്. കരിയറുകൾ ഒരുപാടുണ്ട്. ഞങ്ങൾ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് തന്നെ പറഞ്ഞത്, രാത്രി ഒരു 11 മണിക്കോ മറ്റോ ഒരു ടീമിനെ പിടിക്കുന്നു. അപ്പോൾ അവരുടെ ഫോണ് SI അവിടെ വാങ്ങി വെച്ചു. എന്നിട്ട് വരുന്ന ഫോണുകളൊക്കെ നമ്പർ നോട്ട് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു. ഒരു 4 മണിയാകുന്നത് വരെ, ഒരു 11 മണിക്ക് ശേഷം എത്തി 4 മണിയാകുന്നത് വരെ 200ഓളം കോളുകൾ വന്നു എന്നാണ് പറയുന്നത്. ആ കോളുകളിൽ എവിടെ എത്തി, ഇന്ന് വരുമോ, സാധനം കിട്ടുമോ, പല കോഡുകളിലൂടെ ചോദിക്കുകയാണെന്ന് പറയുന്നു. അതിൽ വിദ്യാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഒരുപാട് പെട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ പേര് ഞാൻ പറയുന്നില്ല, എത്തിയ ഒരു അനുഭവമുണ്ട്. അഥവാ പോലീസിന് വിവരം കിട്ടിയിട്ട് കൊണ്ടുവരുന്ന MDMA കൊണ്ടുവരുന്ന ആളുകളെ പിടിച്ചു. അപ്പോൾ അതിൽ വിവരം കിട്ടിയിട്ട് അവർ വരാതെന്നു. പക്ഷേ ഈ ബസ് സ്റ്റാൻഡിൽ പോലീസ് എത്തിയപ്പോൾ 2 പെൺകുട്ടികൾ സ്കൂട്ടിയിൽ വരികയാണ്. അത് ഏകദേശം 12-1 മണിക്ക് ശേഷമാണെന്നാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു. എൻ്റെ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒരു പൊടിയുണ്ട്, ആ പൊടി ഉപയോഗിച്ചാൽ പരീക്ഷയ്ക്കൊക്കെ ഓർമ്മ കൂടുതൽ കിട്ടും, ഇത്തരം ഒരു അനുഭവം. ഇതൊരു പെൺകുട്ടി പറഞ്ഞത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. ഇങ്ങനെ മാരകമായ സ്വഭാവത്തിലുണ്ട്. ഇതിന് വേറെയും കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MDMA ഉൾപ്പെടെ അല്ലെങ്കിൽ രാസലഹരി വരുന്ന സീപോർട്ട് മുദ്ര സീപോർട്ടാണ്, ഗുജറാത്തിലെ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയ ആളാണ് ഗൗതം അദാനി. കോവിഡ് കാലത്ത് വരെ 1000 കോടിയൊക്കെ വാർഷിക വരുമാനം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായൊരു കച്ചവടം കൊണ്ടൊന്നും ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ മുദ്ര പോർട്ട് വഴി വലിയ അളവിൽ രാസലഹരിയും മയക്കുമരുന്നും വരുന്നുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. എൻ്റെ ഒരു വിശകലനമല്ല, അരവിന്ദ് കെജ്രിവാൾ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ തന്നെ ഇത് വരുന്നുണ്ട്. മറ്റു പല, ഇപ്പോൾ ലോക്സഭയിൽ മന്ത്രി നടത്തിയ മറുപടിയിൽ ഇതുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ലഹരി മാഫിയകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്ത്രപ്രധാനമായ എയർപോർട്ടുകളും സീപോർട്ടുകളൊക്കെ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ വിദേശത്തു നിന്നുൾപ്പെടെ ലഹരി മരുന്നുകളും മറ്റുമൊക്കെ വരും. എനിക്കൊരു ഭയമുള്ളത്, വിഴിഞ്ഞം സീപോർട്ട് കേരളത്തിൻ്റെ അഭിമാനമാണ്, നമുക്കതിൽ സംശയമൊന്നുമില്ല, വലിയ സാധ്യതകളുണ്ട്, ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹവും. അതുവഴി ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള മുദ്രാ പോർട്ടിൽ സംഭവിച്ചതുപോലെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുമോ എന്ന ഭയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മുദ്രാ പോർട്ടിൻ്റെ അനുഭവം വെച്ചിട്ട്, അതൊരു ഗ്രീൻ ചാനലാണല്ലോ, ഗ്രീൻ ചാനലിലൂടെ എന്തും വരാം, എത്രയും വരാം. അതുകൊണ്ട് കുറെ കൂടി ഗൗരവത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യയും കേരളവും ഒക്കെ നടത്തേണ്ടതുണ്ട്, ഗവൺമെൻറ്റുകൾ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകും. രണ്ടാമത്തെ ഒരു കാര്യം, കേരള പോലീസ് ഇപ്പോൾ വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ശക്തമായ ഇടപെടലുകളും മുന്നോട്ട് പോക്കും ഉണ്ടാകണം. രാഷ്ട്രീയമായ സ്വാധീനമൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കുണ്ടാകണം. ഞങ്ങൾക്ക് മറ്റൊരു നിലപാട് കൂടി പറയാനുണ്ട്. മയക്കുമരുന്നും രാസലഹരികളും MDMA എന്നും മാത്രമല്ല പ്രശ്നം, മദ്യം എന്നത് തന്നെയാണ് ലഹരിയുടെ വാതിൽ.
സമ്പൂർണ്ണ മദ്യ നിരോധനം എന്ന രാഷ്ട്രീയ ആശയം ഉയർത്തുന്ന പാർട്ടി കൂടിയാണ് വെൽഫെയർ പാർട്ടി. അത് കുറച്ചു കൊണ്ടുവരിക എന്ന നിലപാടെങ്കിലും ഗവൺമെൻറ് എടുക്കണം. വിമുക്തി പദ്ധതിയൊക്കെ LDF സർക്കാരിൻ്റെ വാഗ്ദാനമാണ്. സിനിമ നടീനടന്മാരെയൊക്കെ വെച്ചുകൊണ്ട് ക്യാമ്പയിനൊക്കെ ചെയ്ത് തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ കഴിഞ്ഞ 2 LDF ഗവൺമെൻറ്റും ഇപ്പോൾ ഉള്ള LDFും കഴിഞ്ഞ LDF 9 വർഷമായി കേരളത്തിൽ ബാറുകളും ബീവറേജ് ഔട്ട്ലെറ്റുകളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അതെ, വരുമാനം മുമ്പിൽ വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇതിലൂടെയാണ് ലഹരി വർദ്ധിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പിന് മന്ത്രി MP രാജേഷ് അവറുകളാണ്. അല്പം വായനാശീലവും കാര്യഗ്രഹണ ശേഷിയൊക്കെ ഉള്ള കേവലം രാഷ്ട്രീയക്കാരന് അപ്പുറമുള്ള ഒരു മൈലേജുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോട് നമുക്ക് വ്യക്തിപരമായി തന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നിലപാട് നിന്ന് സ്വീകരിക്കരുത്. ഇപ്പോൾ ബ്രൂവറി വരാൻ പോകുന്നു പാലക്കാട്. ബ്രൂവറി എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ എന്തോ ഒരു വലിയ വ്യവസായം എന്ന് വിചാരിക്കും. മദ്യനിർമ്മാണശാലയാണ്. ഇപ്പം കേരളത്തിൽ ഇപ്പോൾ തന്നെ ലഹരിക്കെടുതിയിൽ പ്രയാസപ്പെടുമ്പോൾ എന്തിനാണ് വീണ്ടും മദ്യനിർമ്മാണശാല തുടങ്ങുന്നത്? എത്ര മദ്യഷോപ്പുകളാണ് വർദ്ധിപ്പിച്ചത്? എത്ര ബീവറേജ് ഔട്ട്ലെറ്റുകളാണ് എണ്ണം കൂട്ടിയത്? എത്ര ബാറുകളാണ് വർദ്ധിപ്പിച്ചത്? ഇത് LDF ഗവൺമെൻറ് കേരളത്തെ മദ്യക്കൊലയാറശാലയാക്കുകയാണ്. ഈ നാട്ടിനെ ലഹരിയിൽ മുക്കിക്കൊല്ലുന്നതിൻ്റെ ഭാഗമാണ് മദ്യഷോപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ചു കൊണ്ടുവരണം. 10% വീതം കുറക്കുക എന്ന നിലപാട് ഉമ്മൻചാണ്ടിയുടെ UDF ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു. വളരെ സ്വാഗതം ചെയ്യപ്പെട്ട നിലപാടാണ്. പിന്നെ പല ബാറുകളും പൂട്ടിയിരുന്നു. ആ പൂട്ടിയതെല്ലാം തുറന്നു. ആ 10% എന്ന കുറച്ചു കൊണ്ടുവരുന്ന നിലപാട് തിരുത്തി എന്നത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് മദ്യലഹരിക്കെതിരെയും രാസലഹരിക്കെതിരെയുമുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പദയാത്രയിൽ അത് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിരുദ്ധ പ്രവർത്തകരുമായി സംഭാഷണങ്ങളുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് ഞങ്ങൾ സ്വീകരിക്കാൻ EH കുഞ്ഞികൃഷ്ണ മാഷ് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സമരം നമുക്കറിയാം. ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിലും മദ്യത്തിനെതിരായ സമരങ്ങളിലൊക്കെ പാർട്ടി പങ്കുവഹിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അത് കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. സമ്പൂർണ്ണ മദ്യമുക്തമാകുന്ന രാജ്യം കേരളം എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ അതിലുള്ള നിലപാട്. എന്തായാലും ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് സന്ദേശങ്ങളാണ് ഈ യാത്രയിൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ യാത്രയുടെ സന്ദേശം പരിപൂർണമാവട്ടെ, യാത്ര വിജയകരമായി പൂർണ്ണമാവട്ടെ. ഇത്രയും തിരക്കിനിടയിലും PTVയുടെ പ്രേക്ഷകരോടൊപ്പം കുറച്ചു നേരം സമയം പങ്കിട്ട നേതാവിന് നന്ദി. ഓക്കെ, സന്തോഷം. നമസ്കാരം.